പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഇംഗ്ലീഷ് ജ്യൂസ് സ്പോട്ട് ഒരുക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ്സ്, ലെസൺസ് ഇവ അടിസ്ഥാനമാക്കി ഇംഗ്ലീഷ് ജ്യൂസ് സ്പോട്ട് ഒരുക്കുന്ന വീഡിയോ ക്ലാസുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്ച്വൽ ലെസൺസ്, ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, എക്സാം ഓറിയന്റഡ് ലേണിംഗ് റിസോഴ്സസ് ഇവയെല്ലാം തന്നെ യഥാസമയം തയ്യാറാക്കി ഇംഗ്ലീഷ് ജ്യൂസ് സ്പോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ പഠന വിഭവങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ഇംഗ്ലീഷ് ജ്യൂസ് സ്പോട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് ജ്യൂസ് സ്പോട്ട് ഒരുക്കുന്ന ലേണിംഗ് റിസോഴ്സസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ വീഡിയോയിൽ ഫസ്റ്റ് യൂണിറ്റ് ട്രയൽസ് ആൻഡ് ട്രയംസ്, സ്ട്രഗിൾസ് ആൻഡ് വിക്ടോറീസ്, അതികഠിനമായ പരീക്ഷണങ്ങളും വിജയങ്ങളും എന്നർത്ഥം വരുന്ന യൂണിറ്റിനെയും ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ലെസൺസുമാണ് പരിചയപ്പെടുത്തുന്നത്. ദ ഫസ്റ്റ് ലെസൺ, എ ഷോർട്ട് സ്റ്റോറി ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. പ്രസിദ്ധനായ കൊളംബിയൻ റൈറ്റർ ഗാർസിയ മാർക്കസിന്റെ മാജിക്കൽ റിയലിസം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ആദ്യ ലെസൺ. ദ സെക്കൻഡ് ലെസൺ, എ സർവൈവർ ടെസ്റ്റിമണി, അതിജീവനത്തിന്റെ സാക്ഷ്യപത്രം. 2ാം ലോകമഹായുദ്ധകാലത്ത് ഒളിവിൽ കഴിയേണ്ടി വന്ന ഒരു പോളിഷ് പിയാനിസ്റ്റ്, പോളണ്ടുകാരനായ ഒരു ജൂതന്റെ അനുഭവക്കുറിപ്പ്. 3ാം ലെസണായിട്ട് വരുന്നത് ഡ്രമാറ്റിക് സ്പീച്ച്, ഒരു സ്പീച്ചാണ്. വില്യം ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമായിരുന്ന മാർക്ക് ആന്റണിയുടെ ലോകപ്രസിദ്ധമായ സ്പീച്ച്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് തുടങ്ങുന്ന സ്പീച്ചിന്റെ ആദ്യ ഭാഗമാണ് 3ാം ലെസണായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Now about the unit Trials and Triumphs. The unit Trials and Triumphs has a titular caption, a quote. It is only with the heart that one can see rightly. What is essential is invisible to the eye. The Little Prince. യൂണിറ്റ് ടൈറ്റിൽ ട്രയൽസ് ആൻഡ് ട്രയംസ് അതിനോട് ചേർത്തുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കൊട്ടേഷൻ നൽകിയിട്ടുണ്ട്. ദ ലിറ്റിൽ പ്രിൻസ് എന്ന ഫ്രഞ്ച് നോവലിൽ നിന്നെടുത്ത ഒരു കൊട്ടേഷനാണിത്. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി. ഹൃദയം കൊണ്ടാണ് ഒരാൾക്ക് കാര്യങ്ങളെ യഥാവിധി കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുക. വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദി ഐ. നാം കണ്ട് മനസ്സിലാക്കേണ്ട അത്യാവശ്യമായ കണിശമായ പല കാര്യങ്ങളും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നവയല്ല. ദിസ് കോട്ട് മീൻസ് ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ്, ലൈക്ക് ലവ്, കൈൻഡ്നസ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത്സ്, cannot be seen with our eyes but felt with our hearts. ഈ കൊട്ടേഷൻ അർത്ഥമാക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും സ്നേഹം, ദയ, ആന്തരിക ശക്തി, ഈ ഗുണങ്ങളൊന്നും തന്നെ കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവയല്ല, മറിച്ച് ഹൃദയം കൊണ്ട് അനുഭവിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. It reminds us to look beyond appearances and understand people and situations with care and compassion. ഈ കൊട്ടേഷൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷത്തിൽ കാണുന്നതിനും അപ്പുറത്തേക്ക് നാം നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോഴാണ് ജനങ്ങളുടെയും അവരുടെ സാഹചര്യത്തെയും ഒക്കെ നമുക്ക് യഥാവിധി മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവരോട് ശ്രദ്ധയും കമ്പാഷൻ, അനുകമ്പയും കാണിക്കാനും നമുക്ക് സാധ്യമാവുക. This message fits the theme of trials and triumphs, as true strengths and beauty often lie within. ഈ കൊട്ടേഷന്റെ അർത്ഥവും ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന യൂണിറ്റിന്റെ ആശയവും ഏറെ പൊരുത്തമുള്ളതാണ്. കാരണം യഥാർത്ഥ ശക്തിയും സൗന്ദര്യവും പുറമെയല്ല, ആന്തരികമായി കുടികൊള്ളുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, തീം ഓഫ് ദ യൂണിറ്റ് ട്രയൽസ് ആൻഡ് ട്രയംസ്. ഈ യൂണിറ്റിന്റെ ആശയത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. എക്സാമിൽ ഈ യൂണിറ്റിന്റെ ആശയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനോ പാരഗ്രാഫ് എഴുതാനോ ആവശ്യപ്പെട്ടാൽ പോലും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. The unit Trials and Triumphs shows how people face struggles and come out stronger with courage, kindness and hope. ജീവിതത്തിൽ ജനങ്ങൾ പ്രതിസന്ധികളെ അതിജയിച്ച് പ്രതീക്ഷകളോടെ, ദയാവായ്പോടെ, ധീരതയോടെ ജയിച്ചു വരുന്ന ഒരാശയത്തെയാണ് ട്രയൽസ് ആൻഡ് ട്രയംസ് മുന്നോട്ട് വെക്കുന്നത്. It is guided by 2 powerful quotes. ഈ ആശയത്തിന് ശക്തി പകരാൻ 2 കൊട്ടേഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
It's only with the heart that one can see rightly. What is essential is invisible to the eye. From the French novel The Little Prince. ദ ലിറ്റിൽ പ്രിൻസ് എന്ന ഫ്രഞ്ച് നോവലിൽ നിന്നെടുത്ത ഒരു കൊട്ടേഷനാണിത്. ഇത് നേരത്തെ വിശദീകരിച്ചതാണ്. ആൻഡ് ദർ ഇസ് നോ സൺ വിതൗട്ട് ഷാഡോ. നിഴലില്ലാതെ വെളിച്ചമില്ല, ഇരുട്ടില്ലാതെ പ്രകാശമില്ല. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. ഇരുട്ടിനെ, രാത്രിയെ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആൽബർട്ട് കാമസ് എന്ന ഫ്രഞ്ച് ഫിലോസഫറുടെ വാക്കുകളാണിത്. ദീസ് റിമൈൻഡേഴ്സ് ദാറ്റ് ട്രൂ അണ്ടർസ്റ്റാൻഡിംഗ് കംസ് ഫ്രം ദി ഹാർട്ട്. ഈ രണ്ട് കൊട്ടേഷൻസും നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. ആൻഡ് ദാറ്റ് വി ഹാവ് ടു ഗ്രോ ആൻഡ് ലീഡ് ലൈഫ് ത്രൂ ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. അതോടൊപ്പം തന്നെ നാം ജീവിതത്തിൽ വളരേണ്ടതും ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതും രണ്ട് അവസ്ഥകളിലൂടെയുമാണ്. ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. വെളിച്ചവും ഇരുട്ടും, നന്മയും തിന്മകളും, സന്തോഷവും സങ്കടവും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞതായിരിക്കും ജീവിതം. അതിലൂടെയാണ് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതാണ് ഈ യൂണിറ്റ് മുന്നോട്ട് വെക്കുന്ന ആശയം. The first lesson, A Very Old Man with Enormous Wings by Gabriel Garcia Marquez, tells the story of a strange winged man who is treated badly by villagers. യൂണിറ്റിലെ ആദ്യ ലെസൺ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന സ്റ്റോറി നമ്മോട് പറയുന്നത് വിചിത്ര രൂപിയായ ചിറകുള്ള വൃദ്ധനായ ഒരു മനുഷ്യനെ ഗ്രാമീണർ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. Though he is calm and patient, they fail to see his true worth. ക്രൂരമായി ട്രീറ്റ് ചെയ്യപ്പെടുമ്പോഴും അദ്ദേഹം വളരെ ശാന്തനും ക്ഷമാശീലനുമായി കാണപ്പെടുന്നു. എന്നാൽ ഗ്രാമീണർക്ക്, പൊതുജനത്തിന് ഈ സൽഗുണങ്ങളെ കാണാനും മനസ്സിലാക്കാനും സാധ്യമാകുന്നില്ല. This shows the need for kindness and empathy, especially during hard times. ഈ ഒരവസ്ഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അദ്ദേഹത്തോട് സഹാനുഭൂതിയും ദയാവായ്പും കാണിക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയാണ്. The second lesson in the attic by Władysław Szpilman is about a Jewish pianist hiding during World War II. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജൂതവംശഹത്യയിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി ഒളിവിൽ താമസിച്ച ജൂതനായ ഒരു പിയാനിസ്റ്റിന്റെ അനുഭവ സാക്ഷ്യമാണ് ഇൻ ദി ആറ്റിക് എന്ന രണ്ടാമത്തെ ലെസൺ. His story shows how the human spirit can survive even in the darkest moments. മനുഷ്യ മനസ്സിന്റെ കരുത്തുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നും അതിജീവനം സാധ്യമാക്കുമെന്നുമാണ് ഈ സ്റ്റോറി, ഈ ലെസൺ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആൻഡ് റിമൈൻഡ്സ് us of the value of freedom and dignity. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും മൂല്യം എത്രമാത്രം ഉയർന്നതാണെന്നും ഈ ലെസൺ നമുക്ക് മനസ്സിലാക്കി തരുന്നു. The third lesson, Friends, Romans, Countrymen, Mark Antony's speech from the play Julius Caesar by Shakespeare shows the power of words. മൂന്നാമത്തെ ലെസൺ ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ മാർക്ക് ആന്റണി ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്നിങ്ങനെ തുടങ്ങുന്ന സ്പീച്ചാണ്. ഈ സ്പീച്ചിലൂടെ ഭാഷയുടെയും വാക്കുകളുടെയും ശക്തിയും സ്വാധീനവും എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആന്റണീസ് ക്ലവർ സ്പീച്ച് changes people's minds and turns the crowd, proving how strong speech can be. ജൂലിയസ് സീസറുടെ യഥാർത്ഥ അസാസിൻ, കൊലയാളികൾ ബ്രൂട്ടസും അനുയായികളുമാണെന്ന് മാർക്ക് ആന്റണി തൻ്റെ പ്രസംഗത്തിലൂടെ സമർത്ഥമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ബ്രൂട്ടസിന്റെ അനുമതിയോടുകൂടിയാണ് പ്രഭാഷണം നടത്തുന്നതെങ്കിലും വളരെ സമർത്ഥമായ വാക്പ്രയോഗങ്ങളിലൂടെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയും ജനങ്ങളുടെ മനസ്സ് മാറ്റുകയും യഥാർത്ഥ കുറ്റവാളികളായ ബ്രൂട്ടസിന്റെയും അനുയായികളുടെയും നേരെ ജനങ്ങളെ തിരിച്ചുവിടാനും മാർക്ക് ആന്റണിക്ക് സാധ്യമാകുന്നു. ഒരു സ്പീച്ചിന് അതിലുപയോഗിക്കുന്ന ഭാഷയ്ക്കും വാക്കുകൾക്കും എത്രമാത്രം ശക്തിയും സ്വാധീനവും ഉണ്ടെന്ന് ഈ ലെസൺ നമുക്ക് മനസ്സിലാക്കി തരുന്നു. All three lessons show that while trials are part of life, compassion, strength and hope help us triumph. ഈ മൂന്ന് ലെസൺസും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന, നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം എന്നുള്ളത്, ജീവിതം എന്നുള്ളത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണെങ്കിലും
നാം കാണിക്കുന്ന കമ്പാഷൻ, സഹാനുഭൂതിയും, സ്ട്രെങ്ത്, ആന്തരിക ശക്തിയും, ആൻഡ് ഹോപ്പ്, പ്രതീക്ഷകളും ഹെൽപ്പ് us triumph, ജീവിതത്തിൽ വിജയം വരിക്കാൻ നമ്മെ സഹായിക്കും. ആൻഡ് ഓഫൺ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ക്യാൻ ഓൺലി ബി സീൻ വിത്ത് എ ഹാർട്ട്. അതിനുമപ്പുറം മിക്കപ്പോഴും ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നാം മനസ്സുകൊണ്ട് കാണണം, മനസ്സിലാക്കണം എന്നുമാണ് ഈ യൂണിറ്റ്, അതിലെ ലെസൺസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകത്തിലെ ആദ്യ യൂണിറ്റും യൂണിറ്റിൽ ഉൾപ്പെടുന്ന ലെസൺസുമാണ് നാം പരിചയപ്പെട്ടത്. യൂണിറ്റുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച കാര്യങ്ങൾ, തീം ഓഫ് ദ യൂണിറ്റ്, ഇവയെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും, ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓരോ ലെസണുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, എക്സാം റിസോഴ്സസ്, ഇവയെല്ലാം തന്നെ ഇംഗ്ലീഷ് എഡ്യൂസ്പോൺ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് എഡ്യൂസ്പോൺ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.